അപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ട് ഇപ്പത്തെ കാലഘട്ടത്തില് അമ്മ കഥാപാത്രമാണെങ്കിലും സ്ത്രീകൾ ചെയ്യുന്ന കഥാപാത്രമാണെങ്കിലും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയി വരുന്നുണ്ട്. ഒബ്ജക്റ്റിഫൈ എന്ന് പറയുന്നത് മാറി വരുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഇനി ഇപ്പൊ വരുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ വിമൻ ഇൻ സിനിമയ്ക്ക് ഒരു വേറൊരു പെർസ്പെക്റ്റീവ് വന്ന് തുടങ്ങി. ഉണ്ട് 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 നല്ല വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റിന് പണ്ടത്തേക്കാൾ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇല്ലേ? അങ്ങനത്തെ മൂവീസൊക്കെ ഇപ്പോൾ ഹിറ്റ് ആവുന്നുമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ജനങ്ങളെ അത്തരത്തിലുള്ള മൂവീസ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അത്തരത്തിലുള്ള അനുഭവങ്ങളും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാവാം അത് ജനങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നല്ല കാര്യം, നല്ലൊരു പോസിറ്റീവ് ഇതാണത്, അങ്ങനൊരു മാറ്റം. ഇപ്പൊ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മൂവിയിലാണെങ്കിലും സീരിയലും ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വിമൻ ഇൻ സിനിമ എഴുതപ്പെടുമ്പോൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഇവരിൽ ആര് എഴുതപ്പെടുമ്പോഴാണ് ഒരു കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഒരു ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റാന്ന് തോന്നാറ്? അങ്ങനെയില്ല, സബ്ജക്റ്റ് ആണല്ലോ അവിടുത്തെ പ്രധാന കാര്യം. അപ്പൊ സബ്ജക്റ്റ് നല്ലതാണെങ്കിൽ ഇപ്പൊ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഹിറ്റാവും. അതിന് ഇവിടെ ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ മെയിൽ ഓറിയന്റഡ് അങ്ങനെയില്ല. സബ്ജക്റ്റ് നല്ലതാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കും. ഇമോഷണലി ആണെങ്കിലും അതെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറിയും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ നമ്മളിപ്പോ പൊതുവെ പറയാറുണ്ട് ഇപ്പത്തെ കാലഘട്ടത്തിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു, പ്രത്യേകിച്ച് വിമന്റെ എതിരെ നടക്കുന്ന ഇഷ്യൂസ് വെച്ചിട്ട്. അപ്പൊ ഈ അടുത്ത് തന്നെ നമുക്കറിയാം സോഷ്യലി റെലവെന്റ് ആയിട്ട് ഒരു വലിയൊരു ഇഷ്യൂ നടന്നു, ഒരാള് മരിച്ചൊരു സിറ്റുവേഷനായി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സേഫ്റ്റി ഉദ്ദേശിച്ചിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം നേരെ ഓപ്പോസിറ്റ് ആയി വരുന്നു. അത് വിമൻ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ അതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? ഇൻഡസ്ട്രീസ് ലൈക്ക് പല ഇൻഡസ്ട്രീസും വെച്ച് നോക്കുമ്പോഴും വർക്കിംഗ് വിമൻ എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? ഏത് സിറ്റുവേഷൻ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ബുദ്ധി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇല്ലേ? അതെ. അത് അതിജീവിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് അപകടകരമായി വരാതെ നോക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനിപ്പോൾ ഫീമെയിലെന്നോ മെയിലെന്നോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യരെല്ലാം ഒരുപോലെ തന്നെയാണ്, ബുദ്ധിയും എല്ലാവർക്കും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. അത് തന്നെയാണല്ലോ പണ്ട് പുരുഷന്മാർക്കാണ് മേൽക്കോയ്മ ഉണ്ടായിരുന്നത്, അവർക്ക് ബുദ്ധി കൂടുതലുണ്ടായിരുന്നത് കൊണ്ടാണോ? ആണോ? അല്ല, സ്ത്രീകൾക്കും ബുദ്ധി ഉണ്ടായിരുന്നു. അവരെ ആ ഒരു വിധത്തിലേക്ക് അവരെ ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നീ ചെയ്യുന്നത് ശരിയാവില്ല, ഞാൻ ചെയ്താലേ ശരിയാവും. പക്ഷെ അതൊക്കെ മാറിയില്ലേ ഇപ്പൊ? ഇപ്പൊ സ്ത്രീകളാണ് കൂടുതലും വീട്ടിലെല്ലാ കാര്യം. പണ്ടങ്ങനെയല്ല അല്ലേ? ഒരു കാരണവരായിരിക്കും ഒരു കുടുംബം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ സ്ത്രീകളാണ് ഫിനാൻഷ്യലി കാര്യങ്ങൾ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും. ഭർത്താവ് ജോലിക്ക് പോകണു, പൈസ കൊണ്ടൊന്ന് കൊടുക്കണം, തീർന്നു, കഴിഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അത് ആണാണോ പെണ്ണാണോ എന്നല്ല നോക്കേണ്ടത്, അതുകൊണ്ട് മറ്റൊരാൾക്ക് ഇഷ്യൂസ് ഉണ്ടാകും. നമുക്ക് ഇഷ്യൂ ഉണ്ടാവരുതും, നമുക്ക് ഇഷ്യൂ ഉണ്ടാവുന്നത് തന്നെയാണല്ലോ അവരുടെയും പ്രശ്നം അല്ലേ? ശരിയാ. മറ്റൊരാൾക്ക് അപകടം ഉണ്ടാവുന്നതാണല്ലോ നമ്മളെ ഇഷ്യൂ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചറിയാനുള്ളൊരു വിവേകം ഉണ്ടാവണം മാത്രം. ഒരാൾക്കൊരു നമ്മൾ കാരണം ഒരു കുഴപ്പമുണ്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ തലയിൽ തന്നെ വരും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ഉണ്ടായാൽ മാത്രം മതി. ഇപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റും അല്ലെങ്കിൽ ഇത്രയും കാലം കുറെ ഡെവലപ്പ് ആയതുകൊണ്ടാണ് സ്ത്രീകൾ മിസ്യൂസ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്നൊക്കെ. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള നിലയില് സ്ത്രീകൾ മിസ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ഉള്ളവരുണ്ടല്ലോ, ഒരുപാടുണ്ട്. നമുക്ക് എല്ലായിടത്തും ഒരു സീറ്റ് നമുക്ക് ഉണ്ട് അല്ലേ? ഇപ്പൊ ലേഡീസ് ഫസ്റ്റ് എന്നുള്ളൊരു ഇതുണ്ട്. അതൊരു അഹങ്കാരമായിട്ട് എടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ലേഡീസ് ഫസ്റ്റ്, അപ്പൊ ഞങ്ങൾ എന്ത് സംഭവമാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അത് നമുക്ക് തരുന്ന ബഹുമാനമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതങ്ങ് മാറി. അത് നമുക്ക് തരുന്നത് ബഹുമാനമാണ് അല്ലെ? ആ ബഹുമാനം മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മളത് തിരിച്ചും കൂടെ കൊടുക്കണം. അത് നമുക്ക് തരുന്ന ഒരു അഹങ്കാരമായ അലങ്കാരമല്ല, അത് നമുക്ക് തരുന്ന റെസ്പെക്റ്റ് ആണ്. തിരിച്ചറിഞ്ഞാൽ മാത്രം മതി.